ഹെസ്കേൽ പ്രവചനം 33 അധ്യായം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളെന്തിന് മരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. പലപ്പോഴും ദൈവമക്കളുടെ ഇടയിൽ കുറ്റബോധമില്ലാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു നാളിൽ രക്ഷിക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കുമ്പോൾ, സ്നാനപ്പെട്ടു എന്ന് അവർ തൃപ്തിയടയുമ്പോൾ, അവർ ആലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിക്കുന്ന പല തെറ്റുകളെക്കുറിച്ച് കുറ്റബോധമില്ലാതെ പലരും, എല്ലാവരുമല്ല പലരും, എല്ലാവരും ചേർത്ത് പറയാൻ നമുക്ക് ശരിയല്ല, പലരും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുകൊണ്ടെല്ലാം തികഞ്ഞു, ഇനി ഒരു കുഴപ്പവുമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും അതോടുകൂടി ഒരു സാരവുമില്ല, എല്ലാം അതുകൊണ്ട് ശരിയായി എന്ന് കരുതുന്നവരുണ്ട്. പലരുടെയും ചിന്ത രക്ഷ നഷ്ടപ്പെടുമോ, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ, രക്ഷ നഷ്ടപ്പെടുമോ, ദൈവം കരുണയുള്ളവനല്ലേ, ദൈവം കൃപയുള്ളവനല്ലേ, ഇതാ ചോദ്യം. എന്നാൽ ഹെസ്കേൽ പ്രവചനം 33 അധ്യായം പറയുന്ന വാക്യം, 12 മുതൽ പറയുന്ന വാക്യം, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല, ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ വിടർ വീഴുകയുമില്ല. നീതിമാൻ അതിക്രമം ചെയ്യുന്ന ആളിൽ അവൻ നീതി അവനെ രക്ഷിക്കുകയില്ലെന്നും, ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ട് മാനസാന്തരപ്പെടുകയാണെങ്കിൽ അവൻ്റെ ദുഷ്ടത ദൈവം ക്ഷമിക്കുന്നു എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തൻ്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയില്ല. നീതിമാൻ ജീവിക്കുന്നു എന്നെന്ന് ഞാനവിടെ പറയുമ്പോൾ അവൻ തൻ്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ്റെ നീതിപ്രവർത്തികളൊന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏവരുമേ, ശ്രദ്ധിക്കുന്ന ഏവരുമേ, ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ യഹോവയെ കുറിച്ച് വസിപ്പീൻ. നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഇസ്രാജനം ഇസ്രയേലിൽ വെച്ച് രക്തത്തളിയെ ആചരിച്ച് അവർ സ്നാനത്തിന് മുൻകുറിയായ ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിൽ പ്രവേശിച്ചു. എങ്ങോട്ട് പോകാൻ? വാഗ്ദത്തകനാൻ, ദൈവർക്ക് വാഗ്ദത്തകനാൻ പ്രാപിപ്പാൻ. പക്ഷേ ഇറങ്ങിത്തിരിച്ചവരിൽ യോശുവായും കാലേബും ഒഴികെ ആദ്യം ഇറങ്ങിത്തിരിച്ചവരിൽ ആരും കനാൻ പ്രാപിച്ചില്ല. മരിച്ചു പോകും, നശിച്ചു പോകുമെന്ന തലമുറയെക്കുറിച്ച് വിചാരപ്പെട്ട ഇസ്രായേൽ ജനം കേൾക്കണേ, ആ വിചാരപ്പെട്ടതായ തലമുറകൾ അക്കരെ നാട് കടന്നു. തലമുറയെക്കുറിച്ച് വിചാരപ്പെട്ട് പുറപുറത്തവരാരും അക്കരെ നാട്ടിൽ പോയില്ല. ഇത് നമുക്ക് ഒരു ചിന്തയായിരിക്കട്ടെ. ആത്മജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യാശ എൻ്റെയും നിൻ്റെയും മുമ്പിലുണ്ട്. ആ പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയരുത്. അതിനായി ജീവിതത്തിൽ പിൻതുടർന്നതിനെ മണന്നുണ്ടാക്കലോ കോടണമെന്നുള്ളതായ ആ ദർശനം കൈവിട്ട് കളയാതെ മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.